ജീവന്റെ മഹത്വത്തിനു വേണ്ടി അന്ത്യം വരെ നിലകൊള്ളുകയും ഒടുവിൽ സ്വജീവൻ സമർപ്പിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാവുകയും ചെയ്ത 28-കാരി കിയാര കോർബല്ലയുടെ നാമകരണ നടപടിയുടെ രൂപതാതല അന്വേഷണ ഘട്ടം റോം രൂപതയിൽ ഔദ്യോഗികമായി സമാപിച്ചു. സെന്റ് ജോൺ ലാറ്ററിൻ്റെ ആർച്ച് ബിഷപ്പ് ബസിലിക്കയിൽ നടന്ന സെക്ഷനോടെയാണ് സമാപന ചടങ്ങുകൾ നടന്നത്. കിയാര കോർബല്ലയുടെ ഭർത്താവ് എൻറിക്കോ പെട്രില്ലോ, 13 വയസ്സുള്ള മകൻ ഫ്രാൻസിസ്കോ പെട്രില്ലോ, ചിയാരയുടെ മാതാപിതാക്കൾ, സഹോദരി എലിസ കോർബല്ല എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. 2008 വിവാഹിതയായ കോർബല്ലയ്ക്ക് വൈകാതെ ഒരു കുഞ്ഞ് ജനിച്ചെങ്കിലും 1 മണിക്കൂറിൽ താഴെ സമയം മാത്രമേ ആ കുഞ്ഞ് ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും ആ സമയം തന്നെ അവൾ തൻ്റെ കുഞ്ഞിനെ മാമോദീസ കൊടുത്തു. രണ്ടാമതും ഗർഭവതിയായെങ്കിലും ആ കുഞ്ഞിന് കാലും വൃക്കയും ഇല്ല എന്ന് പരിശോധനകളിൽ വ്യക്തമായി. എങ്കിലും ജീവനെ നശിപ്പിക്കാൻ തയ്യാറാകാതെ കോർബല്ല ആ കുഞ്ഞിനും ജന്മം നൽകി. 38 മിനിറ്റ് മാത്രം ആയുസ്സുണ്ടായിരുന്ന ആ കുഞ്ഞിനും അവൾ മാമോദീസ നൽകി. മൂന്നാമതും കോർബല്ല ഗർഭവതിയായി. ഇത്തവണ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നുവെങ്കിലും കോർബല്ല അർബുദബാധിതയായി. രോഗചികിത്സ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയ കോർബല്ല വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സയും നിരസിച്ചു. കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം അവളുടെ ചികിത്സ ആരംഭിക്കാൻ ഡോക്ടർമാർ തീരുമാനമെടുത്തു. 2011 മെയ് 30 അവൾ കുഞ്ഞിന് ജന്മം നൽകി. 1 വർഷത്തിന് ശേഷം 2012 ജൂൺ 13 കിയാര കോർബല്ല ജീവിതത്തോടെ വിട പറഞ്ഞു. 6 വർഷത്തിന് ശേഷം 2018 ജൂലൈ 2 കർദിനാൾ ആഞ്ചലോ ഡി ഡൊണാറ്റിസ് ആണ് കോർബല്ലയെ ദൈവദാസിയായി നാമകരണം ചെയ്യാനുള്ള സാധ്യത വെളിപ്പെടുത്തിയത്. 2018 സെപ്റ്റംബർ 21 ആരംഭിച്ച നടപടികളാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. റഷ്യയിലെ ആരാധനാലയങ്ങളിൽ നടന്ന വെടിവയ്പിൽ ഒരു വൈദികനും പോലീസുകാരും ഉൾപ്പെടെ 20ഓളം പേർ കൊല്ലപ്പെട്ടു. മൊക്കാക്കോല നഗരത്തിലെ 2 ദേവാലയങ്ങളിലും ഒരു ജൂത ആരാധനാലയത്തിലുമായിരുന്നു വെടിവയ്പ്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തിയവരുടെ നേരെ ആയുധങ്ങളുമായി എത്തിയ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. 66 വയസ്സുള്ള ഫാദർ നിക്കോളയാണ് കൊല്ലപ്പെട്ടത്. MG യൂണിവേഴ്സിറ്റിയുടെ ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന 4ാം സെമസ്റ്റർ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ ഡിഗ്രി പരീക്ഷകൾ ദുഃഖാന തിരുനാൾ ദിനമായ ജൂലൈ 3 മാറ്റിവെച്ചതിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം പ്രതിഷേധിച്ചു. സീറോ മലബാർ കത്തോലിക്കരുടെ പുണ്യദിനമായ ജൂലൈ 3 പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും അൽമായ ഫോറം ആവശ്യപ്പെട്ടു. പാലാ രൂപതയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ 26 തുടക്കമാകും. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ എന്നിവർക്കൊപ്പം രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരാകും. ചങ്ങനാശ്ശേരി രൂപത വിഭജിച്ച് 1950 ജൂലൈ 25 പിയൂസ് 12 പാപ്പ പാലാ രൂപത സ്ഥാപിച്ചത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.